ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, എസ്പെഷ്യലി ഫ്രം യുവർ വുമൺ, അവരിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട്, അപ്രീസിയേഷൻ, ലവ്, റെസ്പെക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാധാന്യം, ആ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവർ കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആക്ഷൻസിലൂടെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുക. സോ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ് ഓഫ് ലീഡിങ്. നിങ്ങൾ ചേസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ലീഡ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചേസിങ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും, എപ്പോഴും അവരോടൊരു ക്ലിങ്ങി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി, ഫുൾ ടൈം മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ ഫുൾ ടൈം കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, എപ്പോഴും അവരോട് അപ്ഡേഷൻ ചോദിച്ചുകൊണ്ട് സംസാരിക്കുക, ഇങ്ങനെ അവനവൻ്റെ ലൈഫിലേക്ക് തീരെ ഒരു പ്രാധാന്യം കൊടുക്കാതെ, പ്രത്യേകിച്ച് ലൈഫിൽ ഒരു കാര്യവും ചെയ്യാനില്ല എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ഒരു ചേസിങ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു ചേസിങ് മൈൻഡ് സെറ്റായി പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഇല്ലാതാവുന്നതിന് ഇത് കാരണമാവും. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരു ബിസി ഷെഡ്യൂൾ ലൈഫിൽ കൊണ്ടുവരിക, നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് അതിൻ്റെ കൂടെ തന്നെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. സോ ഒരു ലീഡിങ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ചേസിങ് മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി കൂടുതലായിട്ടും ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് സ്വയം ലീഡ് ആവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ലൈഫിൽ കൊണ്ടുവരിക, ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളോടുള്ള അട്രാക്ഷൻ അത് നിലനിർത്താനോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കൂ. നേരെ മറിച്ച് ചേസിങ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഒക്കെ കുറയാൻ ഇത് കാരണമാവും. സോ സ്റ്റോപ്പ് ചേസിങ് ആൻഡ് സ്റ്റാർട്ട് ലീഡിങ്. ഇനി രണ്ടാമതായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഇമോഷണൽ സ്പേസ് അവർക്ക് ലഭിക്കണമേ എന്നുള്ളതാണ്. അതായത് ലെറ്റ് ഹെർ മിസ് യു. ഇങ്ങനെ ഒരു അവസരം അവർക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആബ്സെൻസ് എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് എത്രത്തോളം ഹാപ്പിനെസ്സിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണ്, ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം. ഈ ഒരു ആബ്സെൻസ് അവർക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഡിസയർ അവർക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത്രയും ഹാപ്പിനെസ്സിലാണ് ആക്ച്വലി നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്രയും സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ഡിസയേഴ്സ് വരുന്നത് എപ്പോഴും ആ ഒരു ആബ്സെൻസിന്റെ ഫീലിംഗ് അല്ലെങ്കിൽ ആബ്സെൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുമ്പോഴാണ്. സോ ആ ഒരു ആബ്സെൻസ്, ഇമോഷണൽ സ്പേസ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. സോ ആ ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും, നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യാനും, നിങ്ങൾക്ക് കൂടുതൽ അപ്രീസിയേഷൻ നൽകാനും ഒക്കെ അവർ തയ്യാറാവും. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവരോട് സംസാരിക്കുന്ന സമയത്ത് ബെഗ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ യാചിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. പകരം കോൺഫിഡന്റ് വേയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങൾ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി ആയിരിക്കും, ഒരുപാട് സന്തോഷത്തിലായിരിക്കും. സോ ഞാൻ നിന്നോടൊപ്പം കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയുന്നതിന് പകരം, നിന്നോടൊപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ ഹാപ്പി ആണ്, അങ്ങനെ പറയുക. സോ അതാവുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് വേയിൽ സംസാരിക്കുന്ന രീതിയും, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അവരോടൊപ്പം കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന് കരുതിക്കൊണ്ട് ബെഗ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് നീഡി ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം കോൺഫിഡന്റ് വേയിൽ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നാലാമത്തെ പോയിന്റ് വരുന്നത്,
അവർ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് അതിനുവേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, ഒരുമിച്ച് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോവുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർച്ചേസോ കാര്യങ്ങളോ നടത്തുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. ഇങ്ങനെ പല ആവശ്യങ്ങളായിരിക്കാം. സോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങളോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് അതുകൂടി പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും അതിനു വേണ്ടി കൂടി ടൈം കണ്ടെത്തുക. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ഒറ്റയ്ക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതിനു വേണ്ടി ടൈം കണ്ടെത്തുക, ആ ഒരു കാര്യത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ 4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നന്നായി ഒബ്സർവ് ചെയ്ത് ഇതിലേതെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി, എസ്പെഷ്യലി യുവർ വുമൺ, തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യാനും കൂടുതൽ സ്നേഹിക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് കുറെ കൂടി ഇമോഷണലി ഓപ്പൺ അപ്പ് ആവാനും ഒക്കെ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്